നമസ്കാരം. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ഇനി ആര് നയിക്കും? ഈ ചോദ്യമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കൊല്ലപ്പെട്ടത്. മാത്രമല്ല, ഹിസ്ബുള്ളയെ ഈ നിലയ്ക്ക് സായുധ സേനയാക്കി വളർത്തുന്നതിലൊക്കെ തന്നെ വലിയ പങ്കുവഹിച്ച നേതാവാണ് ഹസൻ നസ്രുള്ള. ഇയാളുടെ മരണശേഷം ഹിസ്ബുള്ളയെ ആര് നയിക്കും എന്ന ചോദ്യം ഉയരുന്നു. ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഉയർന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. 32 വർഷം ഹിസ്ബുള്ളയെ നയിച്ച നസ്രല്ലയുടെ കൊലപാതകം ലെബനൻ സായുധ സംഘടനയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നസ്രല്ലയ്ക്ക് പുറമെ ഹിസ്ബുള്ള ഭരണ നേതൃത്വത്തിലെ പ്രധാനികളായ 10ഓളം പേരെയും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി ആരാകും ഹിസ്ബുള്ളയെ നയിക്കുക എന്നത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നസ്രല്ലയുടെ സ്ഥാനത്തേക്ക് ഹാഷിം സഫിയദ്ദീൻ എന്ന നേതാവ് വരാനാണ് കൂടുതൽ സാധ്യത എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നു. നസ്രല്ലയുടെ ബന്ധുവും ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവിയുമാണ് ഹാഷിം സഫിയദ്ദീൻ. ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ആളാണ് സഫിയദ്ദീൻ. 64 ജനിച്ച ഇദ്ദേഹം ഇറാനുമായും അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ അവർക്കും സ്വീകാര്യനാകും. ഇറാൻ മത നേതാക്കളുടെ പഠന കേന്ദ്രമായ ഖോമിൽ തന്നെയായിരുന്നു സഫിയദ്ദീൻ്റെ മതപഠനവും. മാത്രമല്ല, ഇറാൻ്റെ കൊല്ലപ്പെട്ട മുൻ സൈനിക മേധാവി ഖാസിം സുലൈമാനിയുടെ മകളെയാണ് സഫിയദ്ദീൻ്റെ മകൻ റിദ വിവാഹം ചെയ്തിട്ടുള്ളത്. 2017 അമേരിക്കൻ ഭീകരരുടെ പട്ടികയിൽ സഫിയദ്ദീനെയും ഉൾപ്പെടുത്തിയിരുന്നു. സൗദി അറേബ്യയും സഫിയദ്ദീന് നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ട ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡറും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ജനറൽ അബ്ബാസ് നീൽ ഫറൌഷൻ എന്ന കമാൻഡറാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി IRNA റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വിവരങ്ങളൊന്നും ഏജൻസി പുറത്തുവിട്ടിട്ടില്ല. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡറാണ് അബ്ബാസ് നീൽ ഫറൌഷൻ. 2022 അമേരിക്ക ഈ 58-കാരന് ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാനിൽ പ്രതിഷേധങ്ങളെ അട്ടിച്ചമർത്താൻ നേരിട്ട് ചുമതല ഉണ്ടായിരുന്ന പ്രതിഷേധിച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ നിർണായക പങ്കുവഹിച്ച സംഘടനയെ നയിച്ച ആളാണ് ഇയാളെന്നും US വ്യക്തമാക്കിയിരുന്നു. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ മഹ്സ അമിനി എന്ന യുവതിയെ ക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് നയിച്ചതിന് പിന്നാലെയാണ് അമേരിക്ക ഇയാൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത്. അതേസമയം ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കണമെന്നും ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ആഹ്വാനം ചെയ്തു. ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാൻ്റെ രാജ്യത്തലവനും റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ചുമതലയുമുള്ള ഖമേനി കൂടുതൽ സുരക്ഷിതമായ ഇടത്തേക്ക് നീങ്ങിയതായും റിപ്പോർട്ടുണ്ട്. യമനിലെ ഹൂതി വിമതർ ഹിസ്ബുള്ള മേധാവിയുടെ മരണത്തെ അപലപിച്ചു. ഇസ്രായേലിന് എതിരായ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ തകർക്കാനാവില്ലെന്നും ജിഹാദി പോരാട്ടം കൂടുതൽ കരുത്താർജിക്കുമെന്നും ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. നസ്രല്ലയുടെ മരണത്തോടെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനത്തിൻ്റെ ദിശയിൽ മാറ്റം വരുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. നസ്രല്ലയുടെ മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നില്ല. ഇസ്രായേലിന് ഭീഷണിയായ ആരെയും നേരിടുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാലേബി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ നസ്രല്ലയെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഹിസ്ബുള്ളയുടെ അടുത്ത വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞു. 2006 ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടയാളാണ് നസ്രല്ല എന്ന അഭ്യൂഹങ്ങൾ അന്ന് ഉണ്ടായിരുന്നു.